ഹായ്. അപ്പോൾ നമ്മൾ ഇന്നൊരു രാത്രി കുക്കിങ്ങിൻ്റെ വീഡിയോ ഇട്ടാണ് വന്നിട്ടുള്ളത്. കുറേ ആയിട്ടില്ലേ നമ്മളിങ്ങനെ രാത്രിയിൽ പാചകമൊക്കെ വീഡിയോ ഇട്ടിട്ട്. പാചകം വീഡിയോ ഇട്ടിട്ട് മാത്രമല്ല, ഞാൻ പാചകം രാത്രി ഇങ്ങനെ ചെയ്തിട്ട് ഒത്തിരി നാളായിട്ടാണ്. കാരണം ഓണം പ്രമാണിച്ച് നമ്മളെല്ലാം പണിത്തിരക്കിലായതുകൊണ്ട് തന്നെ മീൻ വാങ്ങൽ കുറവാണ്. പിന്നെ ഓണം കഴിഞ്ഞപ്പോഴും നമ്മൾ ചിക്കനും ബീഫും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് മീനെ അങ്ങനെ പാടെ ഒഴിവാക്കി കേട്ടോ. ഓണത്തിന് മുമ്പെങ്ങാണ്ട് മത്തി എന്തോ വാങ്ങിച്ചിട്ടാണ്, പിന്നെ ഇതുവരെയും നമ്മൾ വാങ്ങിച്ചിട്ടില്ല മീൻ. ഇന്ന് നമ്മൾ കാക്കനാട്ട് ചന്തയിൽ പോയിട്ടുണ്ട്. അപ്പോൾ ആ കാക്കനാട്ട് ചന്തയിൽ പോകുമ്പോൾ മീനും ചീനിയും മുട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂടെ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്ന് മുട്ടയൊക്കെ വാങ്ങിച്ച് അതെല്ലാം ഞാൻ പാത്രത്തിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ചൂരയാണ് വാങ്ങിച്ചത്, അതെല്ലാം വെട്ടി വാങ്ങിച്ചിട്ടോ രാത്രി കറി വെക്കേണ്ടുള്ളത് കൊണ്ട് തന്നെ. പിന്നെ മങ്കട ചെറുതാണ് വാങ്ങിച്ചത്, അത് എഴുന്നെടുക്കുന്നില്ല. നമ്മൾ ചൂര ഇന്ന് കറി വെക്കാൻ വിചാരിച്ചിട്ട് തല അവർ ചന്നം പിന്നെ വെട്ടി വൃത്തിയേടാക്കി. പിന്നെ ഞാൻ അതൊന്നുകൂടെ ഒന്ന് എനിക്ക് ഒരു ചെറിയ ഡെക്കറേഷൻ പണിയും കൂടെ ഒക്കെ നടത്തി കേട്ടോ. അപ്പോൾ അവർ വലിയ കഷ്ണങ്ങളായിട്ടാണ് അത് മുറിച്ച് തന്നിട്ടുണ്ട്. ഞാനത് ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് നമുക്ക് എടുക്കാൻ പാകത്തിന്. എന്നിട്ട് പിന്നെ ഞാനത് കറി വെക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ചതച്ച് നന്നായിട്ട് എണ്ണയിലിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പാറും വന്നിട്ടുണ്ട് കേട്ടോ. പാറുവിന് ഇളക്കണം പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് ഞാൻ 1-2 വട്ടമൊക്കെ പറഞ്ഞു വിട്ട് എണ്ണയൊക്കെ തെറിക്കുമ്പോൾ കിഴി വന്നിരിക്കും. അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുക് ഉലുവയും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇന്ന് ചില ദിവസം ഞാൻ ഉലുവ മാത്രം ഇടും, ചിലപ്പോൾ ഞാൻ കടുക് മാത്രം ഇടും, ചിലപ്പോൾ ഞാൻ രണ്ടും കൂടി ഇടും. അങ്ങനെ ഇന്ന് ഞാൻ കടുക് ഉലുവ ഇട്ടിട്ടുണ്ട്. അവളപ്പോൾ മഞ്ഞപ്പൊടി ടിന്നും എടുത്തിട്ടിരിക്കുകയാണ്. ഞാൻ ഇടാമെന്ന് പറഞ്ഞു, പൊടികളെല്ലാം ഞാൻ ഇടാമെന്നൊക്കെ പറഞ്ഞ് നിന്നാണ് കേട്ടോ. ഞാൻ അവളിട്ടാൽ ശരിയാവാത്തതുകൊണ്ട് ഞാൻ അവളെ ഓടിച്ചതാണ്. അപ്പോൾ ഞാൻ 2 സ്പൂണ് മുളക് പൊടിയാണ്, 3 സ്പൂണ് മുളക് പൊടിയും 1.5 സ്പൂണ് മല്ലിപ്പൊടിയാണ് ഞാൻ ഇട്ടത് കേട്ടോ. മുളക് പൊടിക്ക് നല്ല കളറാണ് കേട്ടോ, നല്ല കളറാണ്, പക്ഷേ എരി കുറവാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് അതിനകത്ത് ആവശ്യത്തിന്. അവളെ കൊണ്ട് ഇച്ചിരി മുളക് പൊടി മഞ്ഞപ്പൊടി ഞാൻ ഇടിയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് പോകത്തില്ല, അവിടെ ഇരുന്നോളൂ. അത് പറഞ്ഞ് പിന്നെ ഉപ്പൊക്കെ എടുക്കാൻ ഇടിയിച്ചതിൻ്റെ ഇടയ്ക്കൂടെ, അല്ലെങ്കിൽ ഈ പൊടിക്കകത്തൊക്കെ ഇളക്കാൻ ആൾ നിൽക്കും. ഞാനങ്ങനെ പൊടിയൊക്കെ വാട്ടി വെള്ളമൊക്കെ ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒഴിച്ച് ഉപ്പിടാൻ നിൽക്കുകയാണ്. ഇതിപ്പോൾ തന്നെ ഇടും കേട്ടോ. അതിങ്ങനെ തിളയ്ക്കാൻ വേണ്ടി തിളച്ചിട്ട് ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കത്തില്ല. അപ്പോൾ തന്നെ ഉപ്പൊക്കെ വാരി ഇട്ടിട്ടുണ്ട്. കുറച്ചേറെ കറിവേപ്പിലയും കൂടെ വാരി ഇടുന്നുണ്ട് കേട്ടോ. അത് ഞാൻ അവളെ കൊണ്ട് ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുപ്പിക്കുകയൊക്കെ ചെയ്തേട്ടോ. അത്രയും സമയം അങ്ങനെ ഞാൻ കളഞ്ഞേട്ടാ. ഇത് ഞാൻ പുളിയും കൂടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ നന്നായിട്ട് തിളക്കട്ടെ. നമുക്ക് എന്നിട്ട് മീൻ ഇട്ട് കൊടുക്കാം. അങ്ങനെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്, നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീൻ ഒരുവിധം തല ഉണ്ടോ അങ്ങനെ ആക്കി കളഞ്ഞു കേട്ടോ. എനിക്കത് അങ്ങനെ ഇഷ്ടമല്ല, അങ്ങനെ തല ഇങ്ങനെ അതങ്ങനെ പൊളന്ന് വെച്ച് പോയി അവർ. നമ്മളങ്ങനെ മുഴുവനായിട്ട് ആ തല കിട്ടിയില്ല. സാരമില്ല, രാത്രി ആയതുകൊണ്ട് തന്നെയാണ് വെട്ടി വാങ്ങിച്ചത്. നമ്മൾ എനിക്ക് വരുമ്പോൾ തന്നെ ഒത്തിരി ലേറ്റ് ആവും. പിന്നെ അത് വെട്ടി കറി വെച്ച് വരുമ്പോൾ ഒരുപാട് സമയം എടുക്കുമല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ നമ്മൾ കറിയൊക്കെ അടപ്പിലാക്കിയിട്ടുണ്ട്. അടച്ച് അത് വേവാൻ വെക്കാം. അപ്പോൾ ഞാൻ കുറച്ച് അരി വെള്ളത്തിട്ടിട്ടുണ്ട്, നാളെ അപ്പം ഉണ്ടാക്കാൻ. ഒത്തിരി ദിവസമായി അപ്പം ഉണ്ടാക്കിയിട്ട്. അപ്പോൾ നമുക്ക് അതിനെല്ലാം അരച്ച് കലക്കി എല്ലാം ചേർത്തൊക്കെ വെക്കാം. അങ്ങനെ പണികളൊക്കെ തീർന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.